നമസ്കാരം. ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധദാതാക്കളായ ഫ്രാൻസ് പോലും ഒന്ന് കൊതിച്ചതാണ് ഇന്ത്യയുടെ പിനാകയ്ക്കായി. കാരണം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പിനാക റോക്കറ്റ് സംവിധാനം വാങ്ങാൻ ഫ്രാൻസ് ആലോചിക്കുന്നു എന്ന കാര്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ ഒരു കാലത്ത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളിയായ ഫ്രാൻസ് യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും ആയുധങ്ങളും ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിലും ഫ്രാൻസ് ഇന്ത്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിയിരുന്നില്ല. പിനാക റോക്കറ്റ് സംവിധാനം ഫ്രാൻസ് വാങ്ങുന്നതോടെ പുതിയ ചരിത്രം പിറക്കും. ഇപ്പോ അതാ പിനാകയെ കുറിച്ചുള്ള മറ്റൊരു വാർത്തയാണ് ഇടം പിടിക്കുന്നത്. 120 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള പിനാക റോക്കറ്റുകളുടെ ഒരു ശേഖരം തന്നെ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ സൈന്യം. ഓപ്പറേഷൻ സിന്ദൂറിനു ശേഷം ദീർഘദൂര മിസൈലുകളുടെ ശക്തി കൂടുതൽ ബലവത്താക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയാൽ ഏകദേശം 2500 കോടി വരെ ഇതിനായി ചിലവാകും. 120 കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ വരെ തകർക്കാൻ കഴിയുന്ന ഈ റോക്കറ്റുകൾ പ്രതിരോധ ഗവേഷണ വികസനത്തെ സംഘടന അതായത് DRDO വികസിപ്പിക്കുമെന്നാണ് പ്രതിരോധ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അവയുടെ ആദ്യ പരീക്ഷണങ്ങൾ ഉടൻ ആസൂത്രണം ചെയ്യുമെന്നും അതിനുശേഷം ലേല പ്രക്രിയയിലൂടെ വികസന ഉൽപാദന പങ്കാളികളെ തിരഞ്ഞെടുക്കും. ഇതിനായി സൈന്യത്തിന്റെ ഈ നിർദ്ദേശം ഉടൻ തന്നെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരത്തിനായി പരിഗണിക്കുമെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അടുത്തിടെ സൗഹൃദ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത തദ്ദേശീയ മൾട്ടി ബാരൽ റോക്കറ്റ് റേഞ്ചുകളുടെ വികസനം രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ മന്ത്രാലയം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. 120 കിലോമീറ്റർ ദൂരമുള്ള പുതിയ പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിന്റെ റോക്കറ്റുകൾ നിലവിലുള്ള ലോഞ്ചറിൽ നിന്നും വിക്ഷേപിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. നിലവിൽ ഇതിന് 40 കിലോമീറ്ററും 75 കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ സാധിക്കും. നിലവിലുള്ള പിനാക റെജിമെന്റുകളെ ശക്തിപ്പെടുത്തുന്നതിലും ഇന്ത്യൻ സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഈ വർഷം ആദ്യം പിനാക മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തിനായി ഏരിയ ഡിനിൽ മ്യൂണിയേഷൻ ടൈപ്പ് 1 ഹൈ എക്സ്പ്ലോസീവ് പ്രീ ഫ്രാഗ്മെന്റേഷൻ MK1 റോക്കറ്റുകൾ വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം, ഇക്കണോമിക് എക്സ്പ്ലോയ്സ് ലിമിറ്റഡ്, മ്യൂണിയേഷൻ ഇന്ത്യ ലിമിറ്റഡും എന്നിവയുമായി കരാറുകൾ ഒപ്പുവച്ചിരുന്നു. ഈ കരാറുകളുടെ ആകെ ചിലവ് 10,147 കോടിയാണ്. കൂടാതെ ശക്തി സോഫ്റ്റ്വെയർ നവീകരിക്കുന്നതിനുള്ള ഒരു കരാറും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി ഒപ്പുവെച്ചു. പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ കരാറുകൾ ഒപ്പുവെച്ചത്. പിനാക മൾട്ടിപ്പിൾ ലോഞ്ചർ റോക്കറ്റ് സിസ്റ്റം DRDO വികസിപ്പിച്ചെടുത്ത ഒരു ദീർഘദൂര പീരങ്കി ആയുധമാണ്. ദ്രുത പ്രതികരണത്തിനും കൃത്യതയ്ക്കും പേരുകേട്ട ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ ആധുനിക യുദ്ധശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. പിനാക റോക്കറ്റിന്റെ 120 കിലോമീറ്റർ റേഞ്ച് പതിപ്പിച്ച് വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ DRDO ഇതിനകം തന്നെ പുരോഗമിക്കുകയാണ്. ഏറ്റവും വിജയകരമായ തദ്ദേശീയ ആയുധങ്ങളിലൊന്നാണ് ഇത്. പിനാകയുടെ ദീർഘദൂര പതിപ്പുകൾ തയ്യാറായി കഴിഞ്ഞാൽ മറ്റു ബദൽ ആയുധങ്ങൾക്കായുള്ള പദ്ധതികൾ സൈന്യം ഉപേക്ഷിക്കുമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വ്യക്തമാക്കി. അർമേനിയൻ പിനാക വാങ്ങിയതിനു ശേഷം ഫ്രാൻസ് ഉൾപ്പെടെ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിൽ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട്.